തംബ്നെയിൽ കണ്ടു വന്നവരാണെങ്കിൽ ഗൈസ് അനാമികയൊന്നും ഈ മൂവിയിലില്ല. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കണക്ഷൻ ആവേശം എന്ന ഈ മൂവിക്കുണ്ട്. അതായത് ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഒരു കിടിലൻ മൂവിയായിരുന്നു രോമാഞ്ചം. അതിൽ ചെമ്പൻ വിനോദ് ചെയ്തൊരു ക്യാരക്ടറിനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് മൂവിയാണ് ആവേശം. അതായത് ആ ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പായി എന്ന് കാണിക്കുന്ന ഒരു മൂവി. കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിലെന്നോട് പറഞ്ഞു. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. എൻ്റെ ക്യാരക്ടർ ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് സിനിമ എന്തോ വരുന്നുണ്ട്. അപ്പോൾ അതിന് വെച്ചാൽ അവർ പറഞ്ഞു അത് ഈ ക്യാരക്ടറിൻ്റെ ഫുൾ ഡെവലപ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അത് ഇവരുടെ കോളേജ് ലൈഫിൽ എന്തോ വലിയൊരു ഉഗ്രൻ ഭയങ്കര രസമായ ഒരു ഇൻസിഡന്റും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെയാണെന്നും പറഞ്ഞത്. ഫഹദാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഇനി കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് തനിക്കറിയില്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും ആവേശം മൂവിയുടെ ഒരു ട്രിപ്പിംഗ് ടീസർ പുറത്തു വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നമ്മുടെ ട്രാൻസിലൊക്കെ പോലെ ഫഹദിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട്. രോമാഞ്ചത്തിൻ്റെ ഡയറക്ടർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു തൻ്റെ റിയൽ ലൈഫിലെ ചില സംഭവങ്ങൾ എടുത്താണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ തൻ്റെ ക്യാമ്പസ് ലൈഫിലെ ചില സംഭവങ്ങൾ എടുത്താണ് ആവേശം എന്ന ഈ ഒരു മൂവിയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മൂവി ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. രോമാഞ്ചം പോലൊരു ഫൺ എൻ്റർടൈനർക്ക് വേണ്ടി നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയും നമ്മുടെ ഓഡിയൻസും എല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആക്ച്വലി രോമാഞ്ചം മൂവിയുടെ ഒരു സോള് സുഷിൻ ശ്യാമിൻ്റെ BGMs തന്നെയായിരുന്നു. സുഷിൻ ഇല്ലാതെ ആ മൂവിയെ പറ്റി ആലോചിക്കാൻ കൂടി പറ്റില്ല. സോ ബാക്ക് ടു ബാക്ക് ഇതിൽ മ്യൂസിക് ട്രെൻഡ് ആവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ട് ഈ ഒരു മൂവിയിൽ. ഹിപ്സ്റ്ററൊക്കെ വന്നു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല റോളാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളിൽ എത്ര പേർ ആവേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു കാര്യം പറയാം, ബാംഗ്ലൂർ തന്നെയാണ് ഈ ഒരു കഥയും നടക്കുന്നത്. അനാമിക വന്നൂടാ എന്നൊന്നുമില്ല. അതാണ് അനാമികയുടെ വീട്. നമ്മുടെ അനാമിക മരിച്ച വീട്.